وقنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأتموا الحج والعمرة لله. وقال النبي صلى الله عليه وسلم: من وجد سعة لأن يضحي فلم يضحي فلا يحضر مصلانا أو كما قال عليه الصلاة والسلام. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടെല്ലാം കബൂലാക്കുമാറാവട്ടെ. നമ്മളെ തിന്മകളെ നന്മകളാക്കാൻ അല്ലാഹു ഇരുത്തത്തെ കാരണമാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പരിപൂർണമായ ഈമാനാണ്. ഈമാൻ, അതിനെ പൂർണ്ണമാക്കുക, അതാണ് അല്ലാഹു ആഗ്രഹിക്കുന്നത്. ഈമാനിന്റെ പൂർത്തീകരണത്തിന്റെ വഴികൾ ബാക്കി വസ്തുക്കളിലൊക്കെ ബലഹീനതകളും കുറവുകളും സംഭവിക്കുന്നത് പോലെ ഈമാനിലും അതിന്റെ കുറവുകൾ സംഭവിക്കും, അതിന്റെ ബലഹീനതകൾ സംഭവിക്കും. അൽ ഈമാനു യസീദു വയൻഖുസ്, ഈമാൻ കൂടും, ഈമാൻ കുറയും. അതുകൊണ്ട് ഈമാനിന്റെ ശക്തി, ഈമാനിന്റെ ഉറപ്പ്, അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്നത് അവന്റെ വിശുദ്ധ ഖുർആനാണ്. ഖുർആനിൽ മുൻകഴിഞ്ഞ നബിമാരുടെ സംഭവ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ പറയുന്നുണ്ട്. അത് വായിക്കുകയും പഠിക്കുകയും ചെയ്ത് ഈമാനിനെ ശക്തിപ്പെടുത്തുക, ഇതാണ് ഉമ്മത്തെ മുഹമ്മദിയെ കൊണ്ട് അല്ലാഹു ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഈമാനിന്റെ വർധനവിന് വേണ്ടിയിട്ടാണ് ഖുർആനിൽ ഈ സംഭവ ചരിത്രങ്ങളൊക്കെ പറഞ്ഞത്. ആ ചരിത്രത്തിന്റെ ഒരു സാക്ഷിയാവാൻ വേണ്ടിയിട്ടാണ് ലോകത്തിന്റെ എല്ലാ മുഖമൂലകളിൽ നിന്നും ഹാജിമാരെന്ന നിലയിൽ പരിശുദ്ധമായ മക്കയിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നത്. സത്യത്തിൽ അതൊരു ഈമാൻ ഉൾക്കൊള്ളാനുള്ള വലിയൊരു സന്ദർഭവും വലിയൊരു പരിശ്രമവുമാണ് ഹജ്ജ് എന്നുള്ളത്. അല്ലാതെ ഒരു കർമ്മം എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കുക, അതല്ല. സഫയിലും മറുവയിലും മിനയിലും മുസ്ദലിഫയിലും അറഫയിലും അതേപോലെ തന്നെ മക്കയിലും മദീനയിലൊക്കെ കഴിഞ്ഞുകൂടി ഹാജി വരലല്ല ഉദ്ദേശിക്കുന്നത്. വലിയ ശക്തമായ ഒരു ഈമാനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈമാൻ അത്രത്തോളം ശക്തമാവണം, അത്രത്തോളം സുദൃഢമാവണം. കാരണം അല്ലാഹു തആല നബിമാരുടെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഹജ്ജ് എന്നുള്ളത്. സത്യത്തിൽ ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും കുടുംബത്തിന്റെയും ഒരു ചരിത്ര പശ്ചാത്തലം അതിലൂടെ കൊണ്ടുപോവാണ് ഹാജിയെ. എന്നുവെച്ചാൽ അതിലൂടെ ഈമാൻ ശക്തിപ്പെടുത്തണം, ശക്തിമത്തായ ഈമാൻ ഉണ്ടാക്കണം. അള്ളാഹ്ക്ക് വേണ്ടി അർപ്പിച്ചവർ എന്തു വന്നാലും ശരി, അള്ളാഹുവിനെ വിട്ടിട്ട് ഒരു പരിപാടിയില്ല എന്ന നിലയിൽ ഉറച്ചു നിന്നൊരു കുടുംബമാണ് അത്. ഇബ്രാഹിം അലൈഹിസ്സലാം, ഹാജർ റളിയല്ലാഹു അൻഹയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം, ഇവരുടെ ഒരു ചരിത്ര യാഥാർത്ഥ്യം കൊണ്ടേ കാണിച്ചു തരാണ് നമ്മളെ. ഹറമിൽ മത്താഫിൽ തവാഫ് ചെയ്യുന്നു. ലക്ഷക്കണക്കിന് പ്രവാചകന്മാരും അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ, അവരെല്ലാവരും കൂടി ചേർന്ന ഒരു മത്താഫിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. സത്യത്തിൽ നമ്മൾ ആലോചിക്കണം, മത്താഫ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ തവാഫ് ചെയ്യുന്ന സ്ഥലം, സ്റ്റെപ്പുകൾ ഇങ്ങനെ ഇറങ്ങി ആ കഅബാലയത്തിനെ വളയം ചെയ്തിരിക്കുന്ന കുറെ മുറ്റപ്രദേശങ്ങൾ, ആ പ്രദേശത്താണ് നബിമാര് മുഴുവൻ നടന്നത്. ആയിരിക്കാമല്ല, അവിടെ ആയിരിക്കാം അന്നല്ല, ഈ സ്ഥലത്താണ്. ആ സ്ഥലത്തേക്കാണ് ഹാജിയെ കൊണ്ടുവന്ന് നിർത്തുന്നത്. തിന്മകളിലേക്കും കുറ്റകൃത്യങ്ങളിലേക്കും നടന്നു വെച്ച കാൽപാദങ്ങൾ അതുമായി ആ ഹറമിന്റെ മുറ്റത്ത് മത്താഫിൽ ഹാജി ഇറങ്ങുമ്പോൾ ഹാജിന്റെ ഹൃദയത്തിൽ അതിന്റെ പിടപ്പുണ്ടാവണം. ഞാൻ എവിടെ എത്തിയിരിക്കുന്നത്? സാലിഹീങ്ങളും മുത്തഖീങ്ങളും നബിമാരുമായ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരുമായ നല്ല ദാസന്മാർ, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിച്ചവർ നടന്ന നാട്ടിൽ ഞാനിതാ എത്തിയിരിക്കാൻ. അത് ഹാജിയുടെ ഹൃദയം പിടിച്ചു കുലുക്കണം. ഇല്ലെങ്കിൽ ഹജ്ജ് കൊണ്ട് എന്താ ഉണ്ടാവുക? ചുറ്റുക എന്നുള്ളത് വലിയൊരു സംഭവമൊന്നുമല്ല. ഒരു വീടിനെങ്ങനെ രാജ്യത്തിൽ എന്ത് കിട്ടാനാണ്? എന്താണ് ചുറ്റലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹാജി അത് അള്ളാഹുവിന്റെ ദർബാറിന്റെ മുന്നിൽ വന്ന് ചുറ്റുകയാണ്. ഒരു ദർബാറിന്റെ മുന്നിൽ ഒരാള് വലിയ ധർമ്മിഷ്ഠനാണ്. അയാളെ വീട്ടിൽ വന്നാലേ 2000, 5000, 10,000 ഒക്കെ കൊടുക്കും. അങ്ങനത്തെ ധർമ്മിഷ്ഠൻ. അങ്ങനെ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിഞ്ഞ് എല്ലാവരും വരിക ആളെ വീട്ടിൽ. ഒരു ദിവസം ആരില്ലാതായപ്പോൾ അദ്ദേഹം വീട്ടിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇത് ഭക്ഷണം കഴിക്കാനും ബാക്കി ആവശ്യങ്ങൾക്ക് വന്നു. അപ്പോഴാണ് ഒരു യാചകൻ അറിഞ്ഞത്, ഒരു ഫക്കീർ അറിഞ്ഞത്. ആ ഫക്കീർ ആ വീട്ടിൽ വന്നു. ആ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഗേറ്റ് തുറന്നെടുക്കാണ്, പക്ഷേ വാതിലും തുറന്നിട്ടില്ല. അയാൾ കുറെ നേരം വിളിച്ചു നോക്കി, ഒരു രക്ഷയില്ല, അറിയില്ല. അവസാനം അദ്ദേഹം കുറച്ചങ്ങനെ അങ്ങോട്ട് നീങ്ങി വീടിന്റെ സൈഡിലേക്ക് ഏതെങ്കിലും വാതിലോ ജനലോ തുറന്നെടുക്കണ്ടെങ്കിൽ അങ്ങനെ അദ്ദേഹം കുറച്ചിങ്ങനെ നടന്നു നോക്കി. ഒരു വാതിൽ തുറന്നിട്ടില്ല, പക്ഷെ ഉള്ളിൽ നിന്ന് സംസാരം കേൾക്കുന്നുണ്ട്. ഇയാൾ ശബ്ദം ഉണ്ടാക്കി നോക്കി. അങ്ങനെ അയാൾ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് കിച്ചണിന്റെ അടുത്തെത്തി, ഇപ്പുറത്തെത്തി. അങ്ങനെ വന്ന് വീണ്ടും അയാള്
മുറ്റത്തേക്കെത്തി, അയാളുടെ സിറ്റ് ഔട്ടിന്റെ ഭാഗത്തെത്തി. ഇങ്ങനെ ഫുള്ള് അയാൾ കറങ്ങിയത് എന്തിനാണ്? അയാൾ കറങ്ങിയത് അവിടെ ഓവുചാലുണ്ടോ, എത്ര കർമൂസന്റെ മരണ്ട്, എത്ര പേരക്കന്റെ മരണ്ട്, എത്ര എന്തൊക്കെയാണ് ഉള്ളത്, അത് നോക്കാനല്ല അയാൾ നടന്നത്. അയാളോട് ചോദിച്ചാലും അറിയില്ല. അയാൾ ചോദിക്കണം ഇവിടെ നിങ്ങൾ ഇപ്പൊ പേരക്കന്റെ മരത്തിനുണ്ട് ആ പെരയിൽ വെച്ചാലും അറിയില്ല. കാരണം അയാൾ നോക്കിയത് അവിടുക്കുന്നല്ല, അയാൾ ഈ വീട്ടിലേക്കാണ് നോക്കിയത്. വീട്ടുകാരൻ എവിടെന്നെങ്കിലും ഇപ്പം തന്നെ കാണുമോ, വീട്ടുകാരെ കണ്ടില്ല, വീട്ടുകാരുടെ മകനെങ്കിലും കണ്ടാൽ മതി, അല്ലെങ്കിൽ അയാൾ ആരെങ്കിലും കണ്ടാൽ മതി, ഞാൻ ഇങ്ങനെ ഒരു ഫക്കീർ വീട്ടിൽ വന്നെന്ന് അറിഞ്ഞാൽ അയാൾ എന്തെങ്കിലും തരും. സത്യത്തിൽ ഒരു യാചകൻ അയാളുടെ യജമാനന്റെ വീട്ടിന്റെ പടിക്കൽ യാചിക്കുന്നത് പോലെയാണ് സത്യത്തിൽ ജീവിതം. 30 കൊല്ലം, 35, 40, 50 കൊല്ലമൊക്കെ തിന്മ ചെയ്ത് കുറ്റകൃത്യങ്ങളിലായി പടച്ചവനെ വെറുപ്പിച്ച് ജീവിച്ചവർ ഇന്ന് ഒരു കഫൻ തുണികൾക്ക് സമാനമായ ഒരു വസ്ത്രം ഉടുത്ത്, ഒരു തുണി പുതച്ച്, ഒരു ഫക്കീറിനെ പോലെ ആദ്യത്തരത്തിന്റെ അയാളുടെ തലപ്പാവോ, അയാളുടെ കമീസുകളോ, ജുബ്ബകളോ, അയാളുടെ കോട്ടുകളോ, ടൈകളോ, അയാളുടെ ഷെർവാനിയോ, അയാളൊന്നുമില്ല. അയാൾ അന്തത്തിന്റെയും മഹത്വത്തിന്റെയും അയാളെ സൂചിപ്പിക്കുന്ന വസ്ത്രങ്ങളോ ഡ്രസ് കോഡുകളോ ഒന്നുമില്ലാതെ ഏത് ഭാഷക്കാരനായാലും ഏവനായിരുന്നാലും ശരി, ലോകത്തിന്റെ ഏത് മൂലയിൽ, അതൊരു രാജ്യം ഭരിക്കുന്ന രാജാവായിരുന്നാലും ആ രാജ്യത്തിലെ ഏറ്റവും വില കുറഞ്ഞ പ്രജയായിരുന്നാലും ആരായിരുന്നാലും ഒരു തുണി ഉടുത്ത്, ഒരു തുണി പുതച്ച് ഉടമസ്ഥനായ അള്ളാഹുവിന്റെ ദർബാറിന്റെ മുമ്പിൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക് എന്ന് മാത്രം പറഞ്ഞ് എല്ലാവരും ഒരേ ശബ്ദമാണ്. ലോകത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നവരൊക്കെ ഒരേ ശബ്ദവുമായി ആ പരിശുദ്ധ വീട്ടിൽ, യജമാനന്റെ വീട്ടിൽ ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് ഫല്യഅബ്ദു ഹാദൽ ബൈത്ത് എന്നല്ല പറഞ്ഞത്, ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ വീട്ടിന്റെ ഉടമസ്ഥനെ ആരാധിക്കണം എന്ന് പറഞ്ഞ ആ വീടിന്റെ മുറ്റത്തിവൻ ഇന്ന് എത്തിയിരിക്കുകയാണ്. ആ യജമാനന്റെ വീട്ടിന്റെ മുറ്റത്തിരുന്ന് അവരിങ്ങനെ കറങ്ങുമ്പോ ഒരു സാധാ കറക്കല്ലാതെ, അതൊരു 7 ഓട്ടമല്ല, അല്ലെങ്കിൽ 7 കറങ്ങലല്ല, അതൊരു ഹാജി അല്ലെങ്കിൽ ഒരു അടിമ തന്റെ യജമാനന്റെ പടിവാതിക്കൽ തന്റെ കുറ്റകൃത്യങ്ങളും തന്റെ അക്രമങ്ങളും ആ യജമാനനോടൊന്ന് മാപ്പ് ചോദിക്കാൻ വേണ്ടി ഒരു യാചകൻ തിരിയുന്നത് പോലെ കണ്ണീരൊലിപ്പിച്ചിട്ട് അവൻ തിരിയാൻ. ഹജറുൽ അസ്വദ് എന്നാണ് തുടങ്ങൽ. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് അവൻ ആ നടത്തം തുടങ്ങി തിരിയുമ്പോഴേക്കും അവൻ ആ കഅബയുടെ വാതിലെത്തും, മുൽത്തസമിലെത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുൽത്തസമിൽ ആരെങ്കിലും അവന്റെ അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിച്ചാൽ അള്ളാഹു അവന്റെ ദുആക്ക് ഉത്തരം നൽകാതിരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ചരക്കുള്ള മുൽത്തസമിൽ ഇവനെന്ന് ഒട്ടാൻ സാധിക്കൂല. പക്ഷെ ആ വാതിലിന്റെ മുന്നിൽ കൂടെ പോകുമ്പോഴും അവൻ ആ വാതിലിലേക്ക് നോക്കി, അല്ലെങ്കിൽ അവൻ ആ മുൽത്തസമിന്റെ അടുക്കൽ എത്തുമ്പം അവൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ എന്റെ യജമാനനോട് എന്റെ പാവങ്ങൾ പൊറുക്കാനായി യാചിക്കുകയാണ്. പടച്ചവനെ, കേരളത്തിന്റെ മലപ്പുറം ജില്ലയുടെ ഒരു മൂലയിൽ നിന്ന് ഞാൻ വരികയാണ്, നിന്നോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ ഞാൻ നിന്റെ പടിവാതിൽക്കൽ വന്ന് യാചിക്കാൻ വന്നതാണ്. മുൽത്തസമിൽ പറഞ്ഞ് കുറച്ചപ്പുറത്തേക്ക് മഖാമ ഇബ്രാഹിം എത്തും. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, നിങ്ങൾ മഖാമി ഇബ്രാഹിമിനെ മുസല്ലയാക്കണം എന്ന് അള്ളാഹു പറഞ്ഞതാണ്. കല്ലുകൾ ഒരിക്കലും നിങ്ങൾ ആരാധിക്കരുതേ എന്ന് പറഞ്ഞ അതേ അള്ളാഹു, ആ അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എത്രയോ 300 ചില്ലാനും വിഗ്രഹങ്ങൾ, കല്ലുകൾ, അവകളെ നിർമ്മാർജ്ജനം ചെയ്ത് ഒരിക്കലും നിങ്ങളുടെ ആരാധന ഒരു കല്ലുകളോടാവരുത്, അല്ലെങ്കിൽ ഒരു വസ്തുക്കളോടാവരുത് എന്ന് പഠിപ്പിച്ച, ഇത്രത്തോളം ശിർക്കിൽ ഇത്രത്തോളം ഭയപ്പെട്ട് കല്ലുകളിൽ നിന്നും വസ്തുക്കളിൽ നിന്നും മരങ്ങളിൽ നിന്നും രൂപങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയ ആ അല്ലാഹു തആല അവന്റെ മസ്ജിദുൽ കഅബയോട് ചേർന്ന് മഖാമ ഇബ്രാഹിം എന്ന കല്ല്, ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഈ കഅബ പണിയാൻ വേണ്ടി അതിന്റെ മുകളിൽ കയറി നിന്നു. ഇബ്രാഹിം ഈ കാൽപാദമുള്ള ആ കല്ലിനെ സ്ഫടികത്തിന്റെ കൂടാരത്തിലാക്കി. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല, ഈ കാൽപാദത്തിന്റെ ഈ കല്ലിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഈ വീട്ടിന്റെ ഉടമസ്ഥനെ നിങ്ങൾ ആരാധിക്കണം. ഇതൊരു ആരാധന സ്ഥലമാണ്, ഇവിടെ നിങ്ങളുടെ ദുആകൾ കബൂലാക്കപ്പെടും. മഖാമ ഇബ്രാഹിമിന്റെ പിന്നിലെ ദുആ അല്ലാഹു എന്തായാലും സ്വീകരിക്കും. തൗഹീദിലും ഈമാനിലും ഉറപ്പിക്കാൻ വേണ്ടി, അത് പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാൽപാദമുള്ള കല്ലിന്റെ പിന്നിൽ അവിടെ തുമ്പോഴും അവൻ പറയാണ്, എന്റെ പാപങ്ങൾ പുറത്തു തരണേ, എന്നോട് കരുണ ചെയ്യണേ. കുറച്ചപ്പുറത്തേക്ക് നീങ്ങുമ്പോഴേക്കും ഹിജ്ർ ഇസ്മായിലെത്തും. വളച്ചുകെട്ടെത്തും. എന്താണ് വളച്ചുകെട്ട്? പരിശുദ്ധമായ കഅബ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അതിനെ പുനർനിർമ്മാണം നടന്നു. ഒരുപാട് ആളുകൾ പുനർനിർമ്മാണം നടത്തിയിട്ടുണ്ട്. ആദ്യമായി കഅബ ഉണ്ടാക്കിയത് മലക്കുകളാണ്.
അല്ല അല്ലാഹു തആല ഇറക്കിയതാണ്. പല അഭിപ്രായങ്ങളുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം കഅബ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം കഅബയുടെ അസ്ഥിവാരം ഉണ്ടാക്കി. പിന്നീട് നൂഹ് അലൈഹിസ്സലാമിന്റെ കാലമാകുമ്പോൾ പൊളിഞ്ഞു, അതിന് വീണ്ടും തറയുണ്ടാക്കി. ആകാശത്ത് നിന്ന് ബൈത്തുൽ മഅമൂർ ഇറക്കിയതാണ്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് കഅബയുടെ കാര്യത്തിൽ. ഏതായാലും ഖുറൈശികൾ കഅബ പൊളിച്ചു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന് മുമ്പ് തങ്ങൾ ജീവിച്ചിരിക്കവേ ആ കഅബ പൊളിച്ചപ്പം അവരാകെ വെച്ചിരുന്ന നിബന്ധന ഇതായിരുന്നു, നല്ല ഹലാലായ സമ്പാദ്യം കൊണ്ട് മാത്രമേ ഇത് പൂർത്തിയാക്കാൻ പറ്റൂ എന്ന്. അങ്ങനെ അവർ കറകളഞ്ഞ പൂർണ്ണമായി ഹലാലായ സമ്പത്ത് ഒരു കൂട്ടി അതിനവർ പണിതു. പക്ഷെ അവർ പണിതപ്പം അവർക്ക് അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് എത്ര പണമുണ്ട്, എത്ര പൂർത്തിയാക്കാൻ പറ്റുമോ അത്ര ഭാഗം അവരങ്ങോട്ട് പൂർത്തിയാക്കി. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം അവർ വളച്ചു കെട്ടി. ഇനി സമ്പത്ത് ഉണ്ടാവുമ്പം, ഹലാൽ ഉണ്ടാവുമ്പോൾ ബാക്കി പൂർത്തിയാക്കാമെന്ന്. അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ കഅബയിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടായിരുന്നു അവർ കഅബയുടെ വാതിലിനെ ഉയരത്തിൽ വെച്ചിരുന്നത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ താഴെ 2 വാതിലുണ്ടായിരുന്നു. ഒരു വാതിലൂടെ കയറി ഒരു വാതിലൂടെ പുറത്തു പോകാൻ. ഇന്ന് ആകെ ഒരു വാതിലുള്ളൂ. അത് ഉയരത്തിലാക്കി. അന്ന് അവർ ചെയ്തതായിരുന്നു അത്, ഖുറൈശികൾ ചെയ്തത്. അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ മാത്രം കയറ്റാൻ വേണ്ടിയിട്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, എനിക്ക് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ രീതിയിൽ കഅബ ഉണ്ടാക്കണം എന്ന് തങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് പൂർത്തീകരിക്കാനുള്ള അവസ്ഥയും സാഹചര്യവും ഉണ്ടായില്ല. അങ്ങനെ കഅബ അതിന്റെ വാതിൽ വളച്ചുകെട്ടെത്തി. ഒരു വളച്ചുകെട്ടാനുള്ള കാരണം ഹലാലില്ലാത്തതുകൊണ്ടാണ്. ഇന്നും അതൊരു അരഭിത്തിയായി അങ്ങനെ വളച്ചു കെട്ടിക്കിടക്കുന്നുണ്ട്. സാധാരണക്കാരായ ആളുകൾക്ക് അല്ലാഹു തആല അവന്റെ മസ്ജിദുൽ ഹറമിന്റെ കഅബയുടെ ഉള്ളിൽ കയറാനുള്ള അവസരത്തിന് വേണ്ടി അല്ലാഹു അതിനെ തുറന്നു വെച്ചതാണ്. ഇന്ന് സൗദി അറേബ്യന്റെ കയ്യിലോ അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് സഹാബാക്കളുടെ കയ്യിലോ ഒന്നും പണമില്ലാഞ്ഞിട്ടല്ല ഇതാണ് ഇങ്ങനെ കെട്ടി നിർത്തിയത്. ഖിയാമത്ത് നാളെയുള്ള മനുഷ്യർക്ക് ഒരു ബോധം ഉണ്ടാവണം. മസ്ജിദുകളുടെ ഖതീബുമാരും മസ്ജിദുകളുടെ ഉത്തരവാദികളും അതേപോലെ തന്നെ മഹല്ലിന്റെ ഉത്തരവാദികളും അവർക്കൊക്കെ ഒരു ബോധം ഉണ്ടാവണം. ഹലാലല്ലാത്ത സമ്പത്ത് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് കയറ്റരുതേ എന്ന് ബോധം ഉണ്ടാവാൻ വേണ്ടി പരിശുദ്ധ കഅബക്കന്റെ ഒരു ചുറ്റുകെട്ടുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ സത്യം ചെയ്യാൻ, ഒരാൾ ശപഥം ചെയ്യാൻ, ഞാൻ കഅബയുടെ ഉള്ളിൽ കയറി നമസ്കരിക്കുന്നു പറഞ്ഞാൽ ആ കഅബയുടെ ഹിജ്ർ ഇസ്മായിലിന്റെ ഉള്ളിൽ കയറി നിസ്കരിച്ചാലും അവൻ കഅബയുടെ ഉള്ളിൽ കയറിയതാണ്. അതുകൊണ്ട് കഅബന്റെ ഉള്ളിൽ ഹിജ്ർ ഇസ്മായിലിന്റെ ഉള്ളിൽ കയറിയാല് പിന്നെ ഇന്ന ഭാഗത്തേക്ക് തന്നെ കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞോളുന്നൊരു നിർബന്ധമല്ല. കാരണം എവിടേക്ക് തിരിഞ്ഞാലും ഫുള്ളെന്താണ്, ഫുള്ള് കഅബയുടെ ഭിത്തിയാണ്. എന്നുവെച്ചാൽ അത്രത്തോളം ഉറപ്പാണ്. അതവിടെ ഇട്ടത് പാവങ്ങളായ ആളുകൾക്ക് വേണ്ടി കഅബയുടെ ഉള്ളിൽ കയറാനാണ്. മന്ത്രിമാരും അല്ലെങ്കിൽ രാജ്യത്തിലെ പ്രധാനികളൊക്കെ നിന്ന് ഉള്ളിൽ കയറുന്നതെങ്കിൽ സാധാരണക്കാർക്കും കയറാനുള്ള സംവിധാനം അഹ്കമുൽ ഹാക്കിമീനായ മുഴുവൻ ഹിക്മത്തുകളുടെയും ഉടമസ്ഥനായ അള്ളാഹു തർത്തീബിലുണ്ട്. 2 സന്ദേശം ഇതിലുണ്ട്. ഒന്ന്, ഖിയാമത്ത് നാളെ മനസ്സിലാക്കട്ടെ, ഹലാല് മാത്രമേ മസ്ജിദിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ. മസ്ജിദിലേക്ക് ഹലാല് കയറ്റാൻ പറ്റും, പെരമൽക്കും കച്ചവടത്തിനൊക്കെ ഹറാം പറ്റുമെന്നല്ല. മസ്ജിദിന് പറ്റാത്തത് പിന്നെ വീടിനും കച്ചവടത്തിനും മക്കൾക്കും ഒന്നിനും പറ്റൂല എന്ന് മനസ്സിലാക്കാനാണ്. അള്ളാഹ്ക്ക് പറ്റാത്തത് പിന്നെ ആർക്ക് പറ്റാൻ? അതുകൊണ്ട് സമ്പാദ്യമാർഗത്തെ ഹലാലാക്കണമെന്നുള്ള വലിയൊരു സന്ദേശമുണ്ട്. ഹിജ്ർ ഇസ്മായിലിന്റെ മുറ്റത്തെത്തുമ്പം അതിന് നേരെയാണ് പാത്തിയുള്ളത്, ഹത്തീം. അതിന്റെ നേരെ ദുആ കബൂലാവുന്നതാണ്. ഹിജ്ർ ഇസ്മായിലിന്റെ ദുആ കബൂലാവും. ഹാജി നടന്ന് അവിടെ എത്തുമ്പോഴും ഹാജി കരയാണ്, പടച്ചവനെ എന്റെ പാപങ്ങൾ പുറത്തു തരണേ, പാപങ്ങൾ പൊറുക്കാനായിട്ടാണ് ഞാൻ എന്റെ ഈ പടിവാതികൾ യാചിക്കുന്നത്. കുറച്ചപ്പുറത്തെത്തുമ്പോഴേക്കും റുക്കുനുൽ യമാനി എത്തും. റുക്കുനുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിൽ ദുആ കബൂലാവുന്ന സ്ഥലമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മൂല മുതൽ അടുത്ത മൂല വരെയുള്ള വിശാലമായ സ്ഥലം, അവിടെ ദുആ കബൂലാവുന്ന സ്ഥലമാണ്. അവിടെയും ഹാജി പറയുന്നത് എന്റെ പാപങ്ങൾ പുറത്തു തരണേ എന്നാണ്, എന്റെ പാപങ്ങൾ പുറത്തു തരണേ എന്ന്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദർബാറിന്റെ മുമ്പിൽ പാപങ്ങൾ പൊറുക്കാനായി കേണ് കരഞ്ഞ് നടക്കുന്ന ഹാജിയാണ് ഉണ്ടാവേണ്ടത്. ഇതാണ് തവാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വെറുതെ 7 ചുറ്റിട്ടിയാൽ തവാഫ് കഴിഞ്ഞു. ഹാജിമാരടക്കം ഫോട്ടോ എടുക്കുന്നുണ്ട്, ഹാജിമാര് ഫോൺ ചെയ്യുന്നുണ്ട്. ഞാൻ 6ാമത്തെ ചുറ്റാണെങ്കിൽ അവിടെ കാത്തിട്ട് ഞാൻ അപ്പ വരാം എന്നൊക്കെ പറഞ്ഞ് മലയാളത്തിൽ പറഞ്ഞ കേൾക്കാം. ദേഹത്തോട്ടായിട്ടില്ല, മലയാളി പറഞ്ഞ എപ്പോ വരും, ഞാൻ അവിടെ നിൽക്കിച്ച് പോയല്ലേ എന്നൊക്കെ പറയുന്നത്. കാരണം അവിടെ ജിദ്ദന്ന് ആരെ കാണാമെന്നായിരിക്കും. എന്നിട്ട് ഇങ്ങനെ ഫോൺ ചെയ്ത് ചുറ്റുക, പിന്നെ ഇങ്ങനെ കറങ്ങുക, പിന്നെ ഫോട്ടോ എടുക്കുക, എന്തൊക്കെയോ സംസാരത്തിലുള്ളത്. എവിടെ ഇതുള്ളത്? ആരെ മുന്നിലുള്ളത്? ദർബാറിന്റെ മുന്നിൽ മുറ്റത്തിറങ്ങിയിരിക്കുകയാണ്. നബിമാര് തവാഫ് ചെയ്ത സ്ഥലം, സഹാബാക്കൾ തവാഫ് ചെയ്ത സ്ഥലം, ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടിച്ച് താഴ്ത്ത സ്ഥലം, ഹദ്റത്ത് ബിലാൽ ഇബ്നു റവാഹിനെ ഉപദ്രവിച്ച സ്ഥലം. ഈ സ്ഥലത്താണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. നമ്മുടെ കാലുകൾക്ക് എത്ര വലിയ ധൈര്യമാണ്. ഉടമസ്ഥന്റെ വീട്ടിന്റെ മുന്നിൽ ഈ നിലയിൽ അശ്രദ്ധയോടുകൂടി കഴിയാൻ എത്ര വലിയ ധൈര്യമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് സഹോദര,
അത് യജമാനന്റെ വീടിന്റെ മുമ്പാണെന്ന് ബോധമില്ലാത്തവൻ അങ്ങോട്ട് പോവട്ട. ആ ബോധത്തോടു കൂടി നടക്കും. ഈ ബോധമുള്ളവരൊരു പ്രശ്നമില്ല, അല്ലാത്തവനൊക്കെ പ്രശ്നക്കാരനാണ്. ഫോട്ടോ എടുക്കുക, സെൽഫി എടുക്കുക, കാബനെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇങ്ങനെ ഏറാമിന്റെ കുപ്പായ തുണിയൊക്കെ പൊച്ചിട്ട് ഫോട്ടോ എടുക്കുക. ചിലരൊക്കെ ഇങ്ങനെ കാബയിലേക്ക് ഇങ്ങനെ തിരിഞ്ഞിന്ന് ദുആ ചെയ്ത് കരീനെ ഫോട്ടോ, കരീല എന്നാ ചങ്ങായിക്കൊന്ന് കരഞ്ഞൂടെ, കരീല, ആ കരീനമായുള്ള ഫോട്ടോ, അതിനുവേണ്ടി കയ്യൊന്നിക്കുക. ഇതൊക്കെ റബ്ബായ അല്ലാഹ് കണ്ടുകൊണ്ടിരിക്കവന്റെ ഈ പ്രഹസനങ്ങൾ. ഇതെന്താ തമാശന്റെ സ്ഥലം? യജമാനന്റെ വീട്ടിന്റെ മുന്നിൽ ഈ നിലയിലുള്ള അക്രമം ചെയ്യാൻ ആർക്കു വേണ്ടിയിട്ടാണ് ഇവൻ ഈ ഫോട്ടോ എടുക്കുന്നത്? ആർക്കു വേണ്ടിയിട്ടാണ്? അവൻ നേരെ കണ്ടതല്ലേ, ഞാൻ ഹറമിന്റെ മുന്നിലുണ്ടായിരുന്നു എന്ന് നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അള്ളാഹു ഹജ്ജിന്റെ കാര്യം പറയുന്നിടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, ഹജ്ജും ഉംറയും അള്ളാഹ്ക്ക് വേണ്ടി പൂർത്തിയാക്കണം. മൻ ഹജ്ജ ലില്ലാഹ് വലം യഫ്സുഖ് വലം യർഫുദ് റജഅ കയൗമി വലദത്ഹു ഉമ്മു. ആർ അള്ളാഹ്ക്ക് വേണ്ടി ഹജ്ജ് ചെയ്തത്, ഈ ഹജ്ജൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയാവോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മത്താഫിൽ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുക, എത്ര വലിയ വൃത്തികേടുകൾ. അതുകൊണ്ട് സഹോദരന്മാരെ, ഹാജിമാരോട് നല്ല പോലെ പറഞ്ഞു കൊടുത്തേക്കണേ, നല്ല പോലെ പറഞ്ഞു കൊടുത്തേക്കണേ. ഇത് അള്ളാഹുവിന്റെ വീടാണ്, അവിടെ ഈ കളിയൊന്നും പറ്റൂല, അവിടെ കരച്ചിലും ബഹളം ഇല്ലാതെ വേറൊന്നുമില്ല. ഇമാം സൈനുൽ ആബിദീൻ ഹദ്റത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി, അദ്ദേഹം എത്ര നല്ല മനുഷ്യനാണ്. സഈദ് ബിൻ മുസയ്യിബ് താബിയാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽ ഇത്ര തഖ്വയുള്ള വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന്. ആരുടെ കുടുംബത്തിൽ? അറബികളിൽ സഹാബാക്കളല്ല പറഞ്ഞ, നബി തങ്ങളുടെ കുടുംബത്തിൽ ഇത്ര വലിയൊരു മുത്തഖിയായ ആളെ ഞാൻ കണ്ടിട്ടില്ല, ഇത്ര വലിയൊരു ധർമ്മിഷ്ഠനായ ആളെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും നേരെ പേരക്കുട്ടി സൈനുൽ ആബിദീൻ, അവർ വന്നു മത്താഫിൽ. അപ്പൊ ഹിഷാം ബിൻ അബ്ദുൽ മലിക് ഉണ്ട്. ഹിഷാം രാജാവായിട്ടില്ലേ, രാജപുത്രനാണ്. അബ്ദുൽ മലിക് രാജാവാണ്, രാജാവിന്റെ മോനെ ഉംറക്ക് വന്നതാണ്. ആൾക്കൂട്ടങ്ങളുണ്ട്. അങ്ങനെ ആളുകൾ ഈ രാജാവിന് രാജപുത്രന് വേണ്ടിയിട്ട് ഹജറുൽ അസ്വദിൽ മുത്താനുള്ള വിടവുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ ആളുകൾ സമ്മതിക്കില്ല, ആളുകൾ ഇടിച്ചു കയറുകയാണ്. അങ്ങനെ അദ്ദേഹം മുത്താൻ കഴിയാതെ പോയി. അദ്ദേഹത്തിന് തവാഫ് പൂർത്തിയാക്കി ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരാൾ തവാഫിന് വന്നു. അയാളിങ്ങനെ തവാഫിന് വന്ന്, അയാളുടെ കൂട്ടത്തിൽ പരിവാരങ്ങളില്ല, മാറ്റി കൊടുക്കാൻ ആളില്ല. പക്ഷെ അയാളിങ്ങനെ ഹജറുൽ അസ്വദിന്റെ അടുത്തേക്ക് ഇങ്ങനെ എത്തുമ്പോഴത്തേനും ആളുകൾ മൊത്തം മാറിക്കൊടുക്കും. അദ്ദേഹം പോയി ഹജറുൽ അസ്വദിൽ മുത്തും, വീണ്ടും അദ്ദേഹം തവാഫ് ചെയ്യും, വീണ്ടും അദ്ദേഹം എത്തും, ആൾക്കാരൊക്കെ മാറിക്കൊടുക്കും. ഈ കാഴ്ച ഹിഷാം ബിൻ അബ്ദുൽ മലിക് അവിടെ നിന്ന് ഇങ്ങനെ കാണാൻ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ചോദിച്ചു, അത് ആരാണെന്ന്. ഇത്ര വലിയ ഞങ്ങളെ രാജാപുത്രൻ ഇവിടെ ഉണ്ടായിട്ട് മൂപ്പർക്ക് കിട്ടാത്ത ഒരു സൗഭാഗ്യം ആരാണ് അയാളെന്ന് ചോദിച്ചു. ഹിഷാം ബിൻ അബ്ദുൽ മലിക് അപ്പം തന്നെ പറഞ്ഞു, എനിക്ക് അയാളെ അറിയില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ ഇദ്ദേഹത്തെ അറിയാത്തവരാരുമില്ല. അപ്പം ഫറസ്ദത്ത് എന്ന് പറഞ്ഞൊരു കവി ഉണ്ടായിരുന്നു അതിന്റെ അടുത്ത്. അദ്ദേഹം പറഞ്ഞു, ഹാദല്ലദീ തഅരിഫുൽ ബത്ഹാ വസ്അതഹു വൽ ബൈതു യഅരിഫുഹു വൽ ഹല്ലു വൽ ഹറമു ഹാദ ഇബ്നു ഫാത്തിമത്തിൻ ഇൻ കുൻത ജാഹിലുഹു വബിജദ്ദിഹി അംബിയാഉ ഖദ് ഖുതിമു എന്ന് പറഞ്ഞ ഒരു വലിയ നീണ്ട കവിതാശലകം പാടി അദ്ദേഹം. അതിന്റെ 2-3-4 വരികളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് അറിയില്ലല്ലേ, ഹാദല്ലദീ തഅരിഫുൽ ബത്ഹാ വസ്അതഹു, ഹില്ലും ഹറമും ശരൽക്കല്ലുകളും എല്ലാം ഇദ്ദേഹത്തിന് അറിയും. വൽ ബൈതു യഅരിഫുഹു വൽ ഹില്ലു വൽ ഹറമു, ഈ വീടിന് അയാൾ അറിയാം, ഈ ഹില്ലിന് ഈ ഹറമിന് അയാൾ അറിയാം, ഹറമിന്റെ പുറത്തു പോയാലും അയാൾ അറിയാം. അയാൾ നിങ്ങൾക്ക് അറിയില്ലേ, ഹാദ ഇബ്നു ഫാത്തിമത്തിൻ, ഇത് ഫാത്തിമന്റെ മോനാണ്. ഇൻ കുൻത ജാഹിലുഹു, ഇയാളെ അറിയില്ലെങ്കിൽ അയാൾ ഫാത്തിമന്റെ മോനാണ്. വബിജദ്ദിഹിൽ അംബിയാഉ ഖദ് ഖുതിമു, ഇവരുടെ വല്യാപ്പനെ കൊണ്ടാണ് പ്രവാചകന്മാരുടെ പരമ്പര അവസാനിപ്പിച്ചത്. അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാളുടെ വല്യാപ്പയാണ് എന്നൊക്കെ പറഞ്ഞു. ഒന്നുകൂടി എരുതിയിൽ അന്വേഷണമായിട്ടുണ്ടാവും. ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിനെ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ അയാള് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ നമ്മളെക്കാളും വലിയ മഹത്വം അയാൾക്ക് ഉണ്ടാവുമല്ലോ എന്നുള്ള വിചാരിച്ചിട്ടാവാം ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിന് ദേഷ്യം പിടിച്ചു. അങ്ങനെ ഈ കവിത ഇന്നും എവിടെ നോക്കിയാലും കിട്ടും. ഈ കവിത അന്ന് ചൊല്ലിയൊരു കവിതയാണ്. ആ കവിത വളരെ പ്രസിദ്ധമായി. അന്ന് അറിയുന്ന പറയുന്ന പ്രശ്നമില്ല. ഇനി ഈ കവിത എപ്പോഴും ഞങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്.
അങ്ങനെ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലെത്തി ഈ വിവരം. അപ്പൊ അങ്ങനെ ഫറസ്ദക്കിനെ കൂട്ടിക്കൊണ്ടുവന്ന ആൾക്കാർ ഇതെങ്ങനെ പാടിയിൽ ഇങ്ങനെ പാട്ടൊക്കെ പാടി കൊടുത്തു. അപ്പൊ ഇദ്ദേഹം ഭയങ്കര ധർമ്മിഷ്ഠനാണ്. നബി തങ്ങൾ സാധാരണ കുടുംബത്തിൽ ഇത്ര വലിയൊരു ധർമ്മിഷ്ഠം വന്നിട്ടില്ല. അങ്ങനത്തെ ധർമ്മിഷ്ഠനാണ് അദ്ദേഹം. ഇദ്ദേഹത്തിന് എന്തോ കൊടുത്തു. അപ്പൊ ഫറസ്ദക്ക് പറഞ്ഞു, ദുനിയാവിന്റെ എന്തെങ്കിലും വസ്തുക്കൾ കിട്ടാനായിരുന്നു ഞാൻ ഈ പാട്ട് പാടിയിരുന്നെങ്കിൽ ഞാൻ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കിന് വേണ്ടി പാടിയനെ. കാരണം പൈസ ആരെല്ലാം ഉണ്ടായാല്, രാജപുത്രന്റെ എല്ലാം ഉണ്ടായാല്. പക്ഷേ ഞാൻ പൈസക്ക് വേണ്ടി പാടിയതല്ല, നാളെ മഹ്ശറയിൽ നിങ്ങളെ വെല്ലുപ്പന്റെ ശഫാഅത്തിക്ക് കിട്ടണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പാടിയതെന്ന് ഫറസ്ദക്ക് പറഞ്ഞു. ഇത്ര വലിയ മഹാൻ. അദ്ദേഹം വഫാത്തായപ്പോൾ 100 കുടുംബങ്ങൾ പട്ടിണിയിലായിരുന്നു. അപ്പോഴാണ് ആളുകൾക്ക് അറിഞ്ഞത് ഇദ്ദേഹമായിരുന്നു അവരുടെ വീട്ടിൽ സാധനങ്ങൾ എത്തിച്ചിരുന്നത്. ഇദ്ദേഹത്തിനെ കുളിപ്പിച്ചപ്പം അദ്ദേഹത്തിന്റെ ചുമലിൽ കറുത്ത പാടുകൾ ഉണ്ടായിരുന്നു. കുളിപ്പിച്ച ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. പിന്നീടാണ് മനസ്സിലായത് രാത്രി കാലങ്ങളിൽ അരിയും മറ്റു സാധനങ്ങളും ചുമന്ന്, ഭക്ഷ്യവസ്തുക്കൾ ചുമന്ന് ഓരോരുത്തരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കലായിരുന്നു അദ്ദേഹത്തിന്റെ പതിവ്. അങ്ങനെ ഫുള്ള് കൊടുക്കുന്ന ആളായിരുന്നു. അങ്ങനെ അദ്ദേഹം ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ചു. വാഹനപ്പുറത്ത് കയറി ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്ന് പൂർത്തിയാക്കാൻ പറ്റാതെ അദ്ദേഹം വാഹനപ്പുറത്തുനിന്ന് താഴേക്ക് വീണ് അദ്ദേഹത്തിന്റെ കാലൊടിഞ്ഞുപോയി, ബോധരഹിതനായി. പിന്നെ അദ്ദേഹം ഉണർന്ന് അദ്ദേഹത്തിന്റെ തെൽബിയത്ത് ചെല്ലുമ്പോഴേക്കും വീണ്ടും അദ്ദേഹം ബോധം നഷ്ടപ്പെടാൻ. ആരാണ്? നബി തങ്ങളുടെ പേരക്കുട്ടി. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താണിത്? അദ്ദേഹം പറയാണ്, ഞാൻ തെൽബിയത്ത് ചെല്ലുമ്പോഴേക്കും എനിക്ക് ഓർമ്മ വരികയാണ്, എന്റെ റബ്ബ് എന്റെ തെൽബിയത്ത് വേണ്ടെന്ന് പറഞ്ഞാൽ ലാ ലബ്ബൈക വലാ സഅദൈക എന്ന് പറഞ്ഞാൽ എന്റെ അവസ്ഥ എന്താവും ആലോചിച്ചിട്ടാണ്. എന്നുവെച്ചാൽ ആ മുറ്റത്ത് കാല് വെക്കാൻ ധൈര്യമില്ല. എന്റെ റബ്ബ് ലബ്ബൈക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്താക്കും എന്ന് ഭയപ്പെട്ട നബിതങ്ങളുടെ പേരക്കുട്ടി. ഞാനിങ്ങളും ആ മണ്ണിക്കാണ് പോണത് എന്നിട്ട് സെൽഫി എടുക്കാൻ. എന്തിനാ നമ്മൾ പോണത് നമുക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് ഇതാ ഹാജിമാരോട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഹാജിമാരോട് യാത്ര പറയും. ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളോടൊക്കെ പറഞ്ഞത് ഹാജിമാരോട് നിങ്ങൾ ഈ സന്ദർഭത്തിനനുസരിച്ച് പറഞ്ഞു കൊടുത്തേക്കണേ. ദയവേത് അവിടെ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കണ്ട. എന്തിനാ ഫോട്ടോത്തിന്റെ ആവശ്യം? നമ്മളെ ഫുള്ള് ഫോട്ടോ എടുക്കണ്ട ആര്? അല്ലാഹ്. അതുകൊണ്ട് ഹാജിയുടെ തവാഫ് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മഖാം ഇബ്രാഹിം, അതിന്റെ പിന്നിലെ നിസ്കാരം, അവിടെ ദുആ കബൂലാവും. റുക്കുനുൽ യമാനിന്റെ അടുക്കൽ, മുൽത്തസമിൽ, പിന്നെ അതേപോലെ തന്നെ പാത്തിയുടെ ചോട്ടിൽ, ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ കഅബയുടെ സംസമിന്റെ അടുക്കൽ, എല്ലാ സ്ഥലത്തും സഫയിൽ മറുവയിൽ ഫുള്ള് ദുആ കബൂലാവും. അതുകൊണ്ട് തവാഫ് 7 പ്രാവശ്യം കഴിഞ്ഞാൽ തവാഫിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉളു ഉണ്ടായിരിക്കണം. മറ്റൊരു കാര്യം ഔറത്ത് മറക്കണം. പുരുഷന്മാർ സാധാരണ തുണിയെടുക്കൽ പൊക്കളുടേതായിട്ടാണ്. നല്ലപോലെ ശ്രദ്ധിക്കണം. പാൻറ്റുള്ളവരും ശ്രദ്ധിക്കണം. അതുകൊണ്ട് തവാഫിൽ വേറെ ബനിയന് അതേപോലെ ജുബ്ബൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തുണിയെങ്ങാനും പൊക്കളുടെ താഴ്ത്തിക്കായാൽ പിന്നെ അവന്റെ തവാഫ് ശരിയാവില്ല. തവാഫ് ശരിയായില്ലെങ്കിൽ അവനക്ക് തഹല്ലുലാവാനും പറ്റില്ല. അതുകൊണ്ട് ഭയങ്കര അപകടകരമായ ഒരു സംഗതിയാണിത്. അതുകൊണ്ട് ഔറത്ത് മറക്കണം. സ്ത്രീകൾ അവരുടെ മുഖവും മുങ്കയും ഇവകളുടെ ബാക്കിയെല്ലാ ഭാഗം മറക്കാനുള്ളതാണ്. അതുകൊണ്ട് അവരുടെ കൈയിന്റെ ഭാഗം കണ്ടാൽ അവരുടെ തവാഫ് ശരിയാവില്ല. ലൂസുള്ള പർദ്ദക്ക് അങ്ങനെ പൊന്തിച്ചാൽ കൈ ഇങ്ങോട്ട് ഇറങ്ങിയെങ്കിൽ തവാഫിന്റെ ഇടയിൽ കണ്ടാൽ അവരെ തവാഫ് ബാത്തിലാവും. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഔറത്ത് മറക്കണം, വുദു ഉണ്ടാവണം. ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി ആവണം. കഅബയിലായി തവാഫ് ചെയ്യണം. ആ ഇദ്രീസ് ഇസ്മായിലിന്റെ മുകളിലൂടെ നിന്ന് കൈ കൊണ്ടുപോയാൽ ആ കെട്ടിന്റെ മുകളിലൂടെ ഷാദിർവാൻ എന്ന് പറഞ്ഞിട്ട് കഅബക്ക് ഒരു ഇതുണ്ട്. എന്നുവെച്ചാൽ കഅബന്റെ ഇങ്ങനെ ചെരിച്ചിട്ടൊരു കെട്ടുണ്ട്. കഅബന്റെ മുരട്ട് തറന്റെ ഭാഗത്ത് ഒരു ചെരിഞ്ഞിട്ട് ഇങ്ങനെ കെട്ടുണ്ട്. അതിന്റെ മുകളിലൂടെ കൈ ആവാൻ പറ്റില്ല. അതൊക്കെ കഅബന്റെ ഭാഗത്ത് പെട്ടതാണ്. അതുകൊണ്ട് തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം. തവാഫ് കഴിഞ്ഞാൽ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ പോയി നിസ്കരിക്കുക, നല്ലതുപോലെ ദുആ ചെയ്യാം. ഹാജി എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഞാൻ ഇതിന് വന്നതാണ്. എന്തിന്? എനിക്ക് ദുആ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഹാജിമാർക്ക് ദുആർക്കാൻ നേരമില്ല. ഇതേ തീർത്തിട്ട് എടുക്കോ പോണം, ബ്രോസ്റ്റ് തിന്നാനോ വേറെന്തൊക്കെ പരിപാടിക്കും. ദുആ ചെയ്യലാണ് ഹാജിന്റെ പണി. അതുകൊണ്ട് മഖാം ഇബ്രാഹിമിൽ എവിടെയെങ്കിലും ഒരു മൂലയിൽ പോയിരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ പോയി നല്ലപോലെ ദുആ ചെയ്യണം. അതിനുശേഷം സഈന് വേണ്ടി
സഫയിലേക്ക് കയറണം, പോണ വഴിയിൽ സംസം ഉണ്ടാവും, കുടിക്കണം, തലയിലേക്ക് ഒഴിക്കണം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്താണ്. അതുകൊണ്ട് കുറച്ച് കുടിച്ചാൽ മതി, കാരണം സയ്യൊക്കെ വരുമ്പോൾ മൂത്രയ്ക്കാൻ മുട്ടും. അതുകൊണ്ട് ഒരു അല്പം വെള്ളം കുടിക്കുക സുന്നത്തിന് വേണ്ടി, എന്നിട്ട് തലയിൽ ഒഴിക്കുക, എന്നിട്ട് സഫയിലേക്ക് കയറുക. ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാ ഫമൻ ഹജ്ജൽ ബൈത ഔ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ വമൻ തതവ്വഅ ഖൈറുൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. ഈ വിശുദ്ധ ഖുർആന്റെ ആയത്ത് ഓതിയിട്ട് ഇങ്ങനെ കയറാണ്. സഫയിൽ കയറി നിന്ന് ദുആ ചെയ്യണം. പിന്നെ മർവയിലേക്ക് നടക്കണം. നടക്കുന്ന സമയത്ത് പച്ച ട്യൂബിലേക്ക് കാണും, അവിടെ നിന്ന് റംലിന്റെ നടത്തം നടക്കണം, തോളൊക്കെ കുലുക്കിട്ട്. ആ നടത്തം കഴിഞ്ഞ് മർവയിലെത്തണം. ഇവിടൊക്കെ ശ്രദ്ധിക്കാനുള്ളത് ഹാജർ റളിയല്ലാഹു അൻഹയുടെ ഓട്ടമാണ്. മകൻ വിശന്ന് വലഞ്ഞ് കരഞ്ഞതിന്റെ പേരിലുള്ള സംഭവങ്ങളാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനത് പറഞ്ഞിരുന്നു. വലിയ സംഭവങ്ങളാണത്, അത് ഓർക്കണം. ഇന്ന് മാർബിളും അതേപോലെ എസിയും ശീതീകരിച്ച സ്ഥലങ്ങളിലൂടെയാണ് പോണത്. പക്ഷെ നമ്മളെ ഹൃദയം കല്ലുകൾ, കൂർത്ത കല്ലുകളിലൂടെ ഒരു സ്ത്രീ ആരാരുമില്ലാത്തൊരു മക്കയിൽ തന്റെ കുഞ്ഞിന്റെ ദാഹം അകറ്റാൻ വേണ്ടി, വിശപ്പ് മാറ്റാനായി ആരെങ്കിലും കണ്ടുമുട്ടുമോ എന്ന ഒരു വലിയ വിഷമത്തോട് കൂടി കയറിയതായിരുന്നു സഫയിലേക്ക്. ആ കയറ്റായിരിക്കണം കയറേണ്ടത്, അല്ലാതെ ഇന്നത്തെ മാർബിൾ കൂടെയുള്ള കയറലല്ല. അവിടുത്തെ അലങ്കൃതമാക്കപ്പെട്ട ചുമരുകളും അല്ലെങ്കിൽ അവിടുത്തെ ശീതീകരിച്ച ആ സഫയും മറുവയല്ല എന്റെ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത്. ആ വെയില്, ആ ശക്തമായ ചൂട്, ആ കരിമ്പാറകൾ, അതിലൂടെ നടന്നതായിരുന്നു. അവിടുന്നാണ് അള്ളാഹു അവരുടെ ദുആ ഖബൂലാക്കിയത്. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം കാലിട്ടടിച്ച ഭാഗത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചിറകിട്ടടിച്ച് അവിടുന്ന് സംസം ഉണ്ടായി. ലോകം മുഴുവനും സംസം എത്തിയേനെ. അവർ സംസം മതി മതി എന്ന് ഹാജർ റളിയല്ലാഹു അൻഹു തടം കെട്ടി നിർത്തിയതിന്റെ പേരിലാണ്. ഇത് വലിയൊരു സംഭവമാണ്. ഇങ്ങനെ വലിയൊരു സംഭവത്തിലേക്കാണ് ഹാജിമാരെ കൊണ്ടുപോണത്. മിനയും മുസ്ദലിഫയും ഒക്കെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു. മിനയിലേക്ക് ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം മകനെ കൊണ്ടുപോയിരുന്നു അറുക്കാൻ വേണ്ടിയിട്ട്. കത്തിയുമായി വന്ന വാപ്പയുടെ മാനസികാവസ്ഥ ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ ഓർമ്മയെന്നോണമാണ് ഇന്ന് നമ്മൾ ബലിയറുക്കുന്നത്. ബലിയറുക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. നാട്ടിലുള്ളവരും ഉളിഹ്യത്ത് അറുക്കുന്നുണ്ട്. അതുകൊണ്ട് ഉളിഹ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എല്ലാവർക്കും ഹജ്ജിനെത്താൻ പറ്റിയിട്ടില്ലെങ്കിലും ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം മകനോടുള്ള സ്നേഹത്തിന് അള്ളാഹു അർപ്പിച്ച ദിവസമാണ് ദുൽഹജ്ജ് 10ന്റെ ദിവസം. അതുകൊണ്ട് ഞാനും എന്റെ റബ്ബിന് വേണ്ടിയിട്ട് അറുക്കാൻ തയ്യാറാണ് എന്ന നിലയിലാണ് ഹാജി അറുക്കേണ്ടത്. ഹാജി ഉളിഹ്യത്ത് അറുക്കണ അതിനാണ്. നമ്മൾ ഉളിഹ്യത്ത് അറുക്കണ ഇറച്ചിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ചിന്തിക്കണേ. അതുകൊണ്ടാണ് ആസാമിലേക്കും ബീഹാറിലേക്കൊക്കെ പോണത്. അറവ് ഒരു വികാര പ്രകടനമാണ്. എന്റെ മോൻ അറക്കാൻ പറഞ്ഞാലും ഞാൻ അറക്കാൻ റെഡിയാണ്. ഇപ്പൊ ഈ മൃഗത്തിനാണ് അറക്കാൻ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ മൃഗം അറക്കാൻ റെഡിയാണ്. അത് ബീഹാറിൽ കൊണ്ടുപോയിട്ട് ഇറച്ചി കൊടുത്തിട്ട് എന്താ കാര്യം? ആസാമിൽ കൊണ്ടുപോയിട്ട് ഇറച്ചി കൊടുത്തിട്ട് എന്താണ് കാര്യം? ആസാമികൾക്കും ബീഹാരികൾക്കും പട്ടിണി പ്രയാസമുണ്ടെങ്കിൽ ദുൽഹജ്ജ് മാസം അല്ലാത്ത മാസത്തിലും അവിടെ അറക്കാം. നിങ്ങൾ അവിടെ അർത്തോളി, ഒരു 100 കന്ന് അർത്തോളി, ഒരു കുഴപ്പമില്ല. ജമാഅത്തുൽ ഉലയിൽ അർത്തോളി. ദുൽഹജ്ജ് മാസത്തിന്റെ അറിവ് പ്രതീകാത്മകമായ അറിവാണ്. ഇറച്ചിക്ക് കൂടുതലുണ്ടോ ഇല്ലെന്ന് നമ്മളോട് നോക്കാൻ പറഞ്ഞിട്ടില്ല. നമ്മളിത് പ്രതീകാത്മകമായ അറിവാണ്. അത് അല്ലാഹുമായില്ല, അള്ളാഹുവിന്റെ മുമ്പിലുള്ള സമർപ്പണമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ വജദ സഅതൻ ലിയുളഹിയ ഫലം യുളഹി ഫലാ യഹ്ദുർ മുസല്ലാന. ആർക്കെങ്കിലും ഉളിഹ്യത്ത് അറുക്കാനുള്ള സാമ്പത്തിക അവസ്ഥ ഉണ്ടായിട്ട് അവൻ ഉളിഹ്യത്ത് അറുത്തിട്ടില്ലെങ്കിൽ ഫലാ യഹ്ദുർ മുസല്ലാന, അവൻ നമ്മുടെ മസ്ജിദിലേക്കോ ഈദ്ഗാഹുകളിലേക്കോ അവൻ വരേണ്ടതില്ല എന്ന്. അവനോട് വരണ്ടെന്നാ പറഞ്ഞത്. എന്തിനാ ചിത്ര തിരക്കൂട്ടി വരുന്നത്? 2000 രൂപന്റെ ഷൂസ്, 3000 രൂപന്റെ കുപ്പായം, 20,000 രൂപന്റെ റാഡോ വാച്ച്, പിന്നെ 40,000 രൂപന്റെ മൊബൈൽ, ഇതൊക്കെ ആയിട്ട് എന്തിനാ വരുന്ന ഈദ്ഗാഹിലേക്ക്? എനിക്കൊരു അറിവ് നടത്താൻ പറ്റൂലെങ്കിൽ ആകെ അറക്കാൻ ഒരു 10,000 രൂപ ഇല്ലെങ്കിൽ അത്രയൊക്കെ പൈസ ആവുള്ളൂ. 10,000 രൂപ 12,000 രൂപ അങ്ങനെ എന്തെങ്കിലും ആവുള്ളൂ. അതിനെന്താ മനുഷ്യന് കഴിയാത്തത്? അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അള്ളാഹു കൽപ്പിച്ചത് പ്രവർത്തിച്ചോളി. ഒരു കാലം വരും ഇനി ഇവിടെ അറക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അന്ന് ഉളിഹ്യത്ത് ചിലപ്പോൾ അറക്കാൻ പറ്റൂല. അപ്പൊ അള്ളാഹു നോക്കലോ അവന്റെ പയലിലേക്കാണ്. മുമ്പ് അർത്തിരുന്നോ എന്നാ അവൻ അർത്ഥത്തിന്റെ കൂലി എഴുതിക്കൊന്നു പറയും. അറുക്കാത്തവൻ അവനക്ക് എന്താ ഉണ്ടാവുക? അതുകൊണ്ട് അവൻ മസ്ജിദിലേക്ക് വരട്ടെ. ആരെങ്കിലും പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് അവൻ അറുത്താൽ അവൻ മറ്റൊന്ന് അറുത്തുകൊള്ളട്ടെ. നിസ്കാരത്തിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? അറുക്കേണ്ടത്. കാരണം അതാ അവൻ അറുത്തത് അവൻ ഇറച്ചിക്ക് വേണ്ടിയിട്ടാണ്. അവൻ വേറൊന്ന് അറുത്തുകൊള്ളട്ടെ. ആരെങ്കിലും പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് അറുത്താൽ നമ്മൾ അറുത്തോട്ട് പോയാൽ വരുന്നതിന് എന്തായിക്കോളും? ഇറച്ചി പരിപാടി അല്ലത്.
ഇതൊരു വികാര പ്രകടനമാണ്, ഒരു പ്രതീകാത്മകമായ ഈമാനിന്റെ സമർപ്പണാണ് അർക്കം തന്നെ. അതുകൊണ്ട് ഇതിനൊന്നും പിശുക്ക് കാട്ടാൻ നിൽക്കണ്ട. അതുകൊണ്ട് ഇപ്പൊ സമയമുണ്ട്. ദുൽഖഅദ എത്രയാണ്? ഇതേത് മാസം? ചൊവ്വാൽ എത്രയാണ്? 26-27 അടുത്തെത്തി. ഏകദേശം ഇനി 1 മാസം 1.5 മാസം ഉണ്ട്. ഇപ്പം തന്നെ ആലോചിച്ച് നല്ലൊരു കന്നൊക്കെ വാങ്ങി അതിനെ തീറ്റി പോറ്റി അതിനെ വളർത്തി കുളിപ്പിച്ച് ഉഷാറാക്കി കൊണ്ടുവന്നാൽ എന്നിട്ട് പെരുന്നാളുടെ അന്ന് അതിന്റെ കഴുത്തിൽ കത്തിയെക്കുമ്പം അതിനൊരവസ്ഥ ഉണ്ടാവും. പൊള്ളാച്ചിയിലെ ആരോ പോറ്റിയ ചന്തയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പോത്തിന്റെ നേരെ കത്തിയെക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. ചിലരൊക്കെ അവിടുന്ന് കാണല് എന്ത് ബക്കറ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ട് എന്റെ ഏതായിരിക്കും അല്ല അതന്നെ തള്ളിട്ടിരിക്കും. കാരണം എന്താ ഓനെ ഇറച്ചി വാങ്ങി വേഗം പോകണം. ഈ അറിവല്ലതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു വികാരത്തിന്റെ, ഇതൊരു വലിയ ഒരു ഈമാനിന്റെ ഒരു പരീക്ഷണത്തിന്റെ നേർക്കുള്ള അറിവാണ്. അതുകൊണ്ട് ആടർത്തോളി, ഇല്ലെങ്കിൽ വലിയ മൃഗത്തിനർത്തോളി. ഇപ്പൊ അതിനുള്ള തസ്തീബ് ചെയ്യണം. ഇതിനാണ് ഞാൻ നേരത്തെ പറയുന്നത്. മാഷാഅല്ലാ മഴയുള്ളതുകൊണ്ട് പുല്ല് സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതിനുണ്ടാവും. അതിനുള്ള പരിശ്രമം അപ്പം തന്നെ ചെയ്യണം. അല്ലാണ്ട് ഒരു 2000 ഉറുപ്പിക കൊടുത്താല് 3000 ഉറുപ്പിക കൊടുത്താല് സുഖമായിട്ട് അറക്കാം. എവിടെ പോയി? ആസാമിൽ, ഒറീസയിൽ, ബീഹാറിൽ കൗമ് എന്തിനാ ഇറക്കാൻ പറഞ്ഞത്? ഇറക്കാൻ പറഞ്ഞത് ഈ വാപ്പ ഹാജിമാരോട് ഞാൻ നല്ലൊരു കാര്യം പറഞ്ഞുതരാം. ഹാജിമാര് സാധാരണ ഒരു സ്വഭാവമുണ്ട്. ഇവിടുന്ന് 4 ലക്ഷം റുപ്യ 3.5 ലക്ഷം റുപ്യ ഒക്കെ വലിയ പൈസ ഒക്കെ കൊടുത്തിട്ട് ഹജ്ജിന് പോകും. എന്നിട്ട് അവിടെ എത്തിയ ഏതെങ്കിലുമൊക്കെ മുറിയന്മാരായ വൈദ്യന്മാരുണ്ടാവും അവിടെ. ഒരു പറയും അർത്ഥമുള്ളൊന്നുമില്ല, നിങ്ങൾ മദീനയിൽ നിന്ന് നേരെ ഹജ്ജിന് ഈറാൻ കിട്ടിയതല്ലേ, നിങ്ങൾ അങ്ങനത്തെ ഈറാമാണ് നിങ്ങളത്, കുഴപ്പമില്ല, എങ്ങനത്തെ ഈറാമാണ് നിങ്ങളത് ഇഫ്രാദാണ്, ഖിറാത്താണ്, അതാണ് ഇതാണ് ഖിറാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് കൺഫ്യൂഷനാക്കി അറക്കണ്ട. ആകെ ഒരു 300 റിയാൽ 400 റിയാലിനാണ് ഇപ്പോൾ ഈ മെൻകടല്. എന്നിട്ട് ഈ ചെങ്ങായി ഈ മുറിയന്റെ വയലൊക്കെ കേട്ടിട്ട് അറക്കാതെ പോരും. എന്നിട്ട് നാട്ടിലെത്തി ആരോടെങ്കിലും ബോധമുള്ളവരോട് പറഞ്ഞു അർത്തിയിലേക്കും എന്താളാണ് ഭയ നിങ്ങൾ അറക്കണ്ടേ, ഇത് എത്രയൊക്കെ പൈസ ചെലവാക്കി നിങ്ങൾക്ക് അറക്കാതെ ഹജ്ജിൽ അറിവില്ലേ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഈ എന്തായി പറയും. പിന്നെന്തായാലും നിങ്ങൾ പറയും ഈ ചെങ്ങായി ജീവിതകാലം മുഴുവൻ ഈസലായിട്ട് ജീവിക്കേണ്ടി വരും. ഒരു സ്വസ്ഥത ഉണ്ടാവും. പിന്നെ ഹജ്ജിന്റെ ക്ലാസ് കേൾക്കുമ്പോഴൊക്കെ ഈ ചെങ്ങായിക്ക് ടെൻഷൻ എന്തൊക്കെ പറഞ്ഞാൽ ആ 350 റിയാലിന്റെ സംഗതിയാണ്. അവിടുന്ന് എന്തോ വലിയ ആർക്ക് പോകണം ഈ പൈസ? നബിതങ്ങൾ ശാസ്ത്രങ്ങൾ 63 ഒട്ടകങ്ങൾ അർത്ഥം. എത്രണ്ണം? തങ്ങളെ വയസ്സെത്രയെന്ന് 63 സ്വന്തം കൈകൊണ്ട് അർത്തു. വേറെ ആയിരുന്നു അല്ല. 63 എന്ന് പറഞ്ഞാൽ എത്ര ആൾക്ക് അറക്കാൻ പറ്റും? ഒരു ഒട്ടകത്തിന് 7 ആൾക്ക്. അപ്പൊ എത്രയായി? കണക്കൊന്നും നിങ്ങൾക്ക് കിട്ടലുണ്ടാവില്ല. 63 × 7 എത്രയാണ്? 441 മറ്റായിരിക്കും. അത്ര ആൾക്ക് അറക്കാൻ പറ്റിയേ അറിവ് നിബിധന ശാസ്ത്രങ്ങൾ ഒറ്റക്കറത്തിന്. എന്നിട്ട് ഈ കമ്മു അവിടെ പോയിട്ട് ഇത് വാങ്ങിണ്ടാവും. ഏത് ഈത്തപ്പഴം, പിന്നെ ചീനിക്ക, പിന്നെ എന്തൊക്കെ സാധനങ്ങളുണ്ട് ഒക്കെ ഫുള്ള് വാങ്ങില്ലോ. അതൊന്നും പ്രശ്നമില്ല. പർച്ചേസിംഗ് അല്ല. മുസല്ല, കിസല്ല, ജിദ്ദ മുഴുവനും തവാഫാണ്. തവാഫ് ശരിക്കും അറമിലല്ല ഉണ്ടായില്ല. തവാഫ് ഫുള്ള് മലയാളികൾ ജിദ്ദ. ഇതൊക്കെ പൊളിച്ചോണ്ട് നന്നായി. മറ്റേ ഷറഫിയലുണ്ടാവും ഫുള്ള് തിരിഞ്ഞൽക്കുന്നു. ബാബു മക്ക, ബലദ് അവിടെയൊക്കെ തിരിഞ്ഞൽക്കുണ്ടാവും. എന്തിന്? തവാഫ് ഫുള്ള്. ഇല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ബിന്ദാവൂത് മറ്റേന്നൊക്കെ പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ ഫുള്ള് തിരിഞ്ഞൽക്കില്ല. അവിടുന്നൊക്കെ പൈസ അങ്ങനെ ഒന്നും കുഴപ്പമില്ല. ഒരറവ് ഇറക്കണേനാണ്. അതുകൊണ്ട് എത്ര കൂടുതൽ അറക്കാൻ പറ്റുമോ അത്ര അറക്കണം. അറിവ് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉമ്മത്ത് അത് മറന്നുപോയി. ഇന്ന ആഴ്ചയിനാക്കൽ പിന്നെ ഇതെങ്കിലും നിങ്ങൾ ഫുള്ള് ഓതിയല്ലോ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മളെ സ്ഥിരം ഫേവറേറ്റ് സൂറത്താണ് ഇത്. കാരണം സുന്നത്തൊക്കെ സ്കെച്ചാണെങ്കിൽ 2 റക്അത്തിലും ഇന്നാത്തിനൊക്കെ ഓതുന്ന ആൾക്കാരുണ്ട്. ചില കുറവന്മാർക്ക് മസാലൊക്കെ കറക്റ്റ് അറിയുന്നുണ്ടേ. ഇന്ന ആഴ്ചയിനാക്കൽ കൗസർ, നബിയെ താങ്കൾക്ക് നാം കൗസറിനെ നൽകി. അധികരിച്ച നന്മ എന്നും ഹൗദുൽ കൗസർ എന്നൊക്കെ അതിന് വ്യാഖ്യാനങ്ങളുണ്ട്. അത് നൽകി. ഫസല്ലി ലിറബ്ബിക വൻഹർ, അതുകൊണ്ട് നബിയെ തങ്ങൾ തങ്ങളുടെ റബ്ബിന് വേണ്ടി നമസ്കരിക്കും. വൻഹർ അല്ല, പിന്നെന്താണ്? വൻഹർ എന്നാണ്. ജീമിന്റെ കുത്തൊഴിവാക്കിയുള്ള ഹാണ്. അധിക ആൾക്കാരും വൻഹർ എന്നാണ് ഓതല്. വൻഹർ എന്നല്ല, വൻഹർ എന്നാണ്. എന്ന് വെച്ചാൽ തങ്ങൾ അറുത്തു കൊടുക്കുകയും ചെയ്യുന്നു. നിസ്കാരത്തിനോട് ചേർത്ത് പറഞ്ഞ അമലാണെന്ത്?
ഒരു കുട്ടിൻ്റെ അയാൾ അർത്ഥം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അതിലൊക്കെ പിസ്കിയ വാപ്പാരാണെങ്കിൽ ഇരിക്കണമൊക്കെ ഇതൊരു അർത്ഥം ഉണ്ടാവില്ല. കാരണം നമ്മളെ വാപ്പാരൻ്റെ ബിസ്കിറ്റുണ്ടാവും. മനസ്സിലായില്ലേ? ഒരു കുട്ടി അനുസരണക്കേട് കാണിച്ചു. അപ്പൊ ആ കുട്ടീന്റെ അനുസരണക്കേടിന്റെ ഭാഗമായിട്ട് എന്തോ അദ്ദേഹത്തിന്റെ വിദേശ രാജ്യത്തല്ലത്, അദ്ദേഹത്തിന്റെ പിതാവിനോട് കഫീലിനോടോ അദ്ദേഹത്തിന്റെ ബന്ധമുള്ള ഒരു മുത്തവനോടോ അദ്ദേഹം ടെൻഷൻ അടിച്ചപ്പോ എന്താ എങ്ങനെയാന്നൊക്കെ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ. ഉടനെ അയാൾ ചോദിച്ചു, മകൻ അനുസരണക്കേട് കാട്ടി, കുട്ടി അനുസരണക്കേട് കാണിച്ചു എന്ന് ചോദിച്ചപ്പം ആ മുത്തവ ചോദിച്ചത് അയ്യോ എനിക്ക് അക്കീ കറുത്തിട്ടുണ്ടോ? അപ്പൊ അയാൾ പറഞ്ഞു ഇല്ല. എന്നവേ തളർന്നു. നിങ്ങൾക്ക് മനസ്സിലാണ്ടാവില്ല ഇതൊന്നും. അക്കീക്കാരണം ഒന്നാമത്തേന് 3 പോത്ത് 2 ആട്, രണ്ടാമത്തേന് ഒന്നുമില്ല, മൂന്നാമത്തേന് തീരെയില്ല. അങ്ങനെ അത് അവർക്ക് പോകണം. നമ്മൾ മോശാൻ പറ്റില്ല, നമ്മുടെ കുടുംബത്തിന് മോശാൻ പറ്റില്ല. എന്ത് ചങ്ങാങ്ങടെ കഥ? കുടുംബത്തിനൊരു മോശാകുമ്പോഴുണ്ടല്ലോ, അതാകാൻ പറ്റില്ല. എല്ലാവരും പാടെ കൂടി നിർബന്ധിച്ചറക്കും. രണ്ടാമത്തേതിന് ആരോഗ്യ, ഒന്നാമത്തേന് മാത്രമേ അറക്കല്ലൂ എന്ന് ആരാ പറഞ്ഞത്? അതുകൊണ്ട് മക്കൾക്ക് അക്കീക്കറക്കി അർത്തു കൊടുക്കി അവരുടെ അവയവങ്ങൾക്ക്. അതിന്റെ ദുആയിൽ തന്നെ ഉണ്ട്, ദമിഹി ബിദമി, ഇതിന്റെ രക്തം അവന്റെ രക്തത്തിന്, ഇതിന്റെ എല്ല് അവന്റെ എല്ലിന്, ഇതിന്റെ മുടി അതിന്റെ മുടിക്ക്, ഇതിന്റെ തോല് അതിന്റെ തോലിന്, ഇവന്റെ മാംസം അതിന്റെ മാംസത്തിന്, അങ്ങനെ പറയുന്നേ. അതുകൊണ്ട് അർത്ഥം കൊടുക്കാൻ പറഞ്ഞു. നമ്മൾ അറക്കൂല. ഉദീഹത്തിലൊക്കെ ആൾക്കാർ പിശുക്കുക. പൈസ ഉള്ളവനും ചില ആൾക്കാർ തെറ്റിദ്ധരിച്ച് പോത്തിന്റെ കാലത്ത് കത്തിയക്കണമെങ്കിൽ ഏയാൾ വേണം. അങ്ങനെ തെറ്റിദ്ധാരണ. ഓനക്ക് സ്വന്തം 7 പോത്ത് വാങ്ങാൻ പറ്റും. 4 നാട്ടിലൊക്കെ നടന്ന് ഓരോ അബൂനെ വിളിച്ച് കൂട്ടി ഈ കൊണ്ടായി 3500 4000 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാങ്ങാൻ. ഒരാൾക്ക് ഒറ്റക്ക് ഇറക്കാൻ പറ്റും. ഇനി അയാൾക്ക് 2 ആൾ കൂടി ഇറക്കാം, 3 ആൾ കൂടി ഇറക്കാം. ആൾക്കാർ തെറ്റിദ്ധരണം. ഒന്ന് തുടങ്ങിയാൽ പിന്നെ 7 എണ്ണമാണ്. ആരാ പറഞ്ഞത്? ഒരു 3 ആൾ കൂടി ഒരു പോത്തിനാങ്ങി ബസ് 3 ആൾക്ക് ഇറക്കാം, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് അറക്കണം. അർക്കാത്തവൻ, സാമ്പത്തിക സെറ്റപ്പ് ഉണ്ടായിട്ട് അർക്കാത്തവൻ ഫലായ ഹ്ലുർ മുസല്ലാന, നിങ്ങൾ നമ്മളെ ഈദ്ഗാഹിലേക്ക് വരണ്ടെന്നാ പറഞ്ഞത്. ഓൻ എന്ത് പെരുന്നാള്? അതുകൊണ്ട് ഇപ്പം തന്നെ അതിനെപ്പറ്റി ആലോചിക്കണം. അതിനുള്ള തർത്തീബുകൾ ഉണ്ടാക്കണം. നിസ്കാര പള്ളികൾ മറ്റൊക്കെ ഉണ്ടാവും, അതിനൊക്കെ കേന്ദ്രമാക്കിയിട്ട് 2 അറിവ്. മനസ്സിലായില്ലേ? പിന്നെ അവിടെ തുടങ്ങിക്കോളും. മനസ്സിലായില്ലേ? അതുകൊണ്ട് അറിവിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അറിവിന്റെ കാര്യം ആസാം, ഒറീസ, ബംഗാളൊക്കെ തൽക്കാലത്തേക്ക് നിർത്തിയേക്ക് ജമാഅത്തുൽ ഊലയിൽ ഇല്ലെങ്കിൽ പിന്നെ മുഹറത്തിൽ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അറക്കേറ്റി കൊടുക്കാം. അറക്കട്ടെ, ഒരർച്ചും തന്നെയല്ലേ നോട്ടെ. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ഇബ്രാഹിം അലൈഹിസ്സലാം കത്തിവെച്ച സ്ഥലം മിനയിലേക്ക് കൊണ്ടുപോവാണ് ഹാജിമാരെ ഈ കാര്യം മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഹാജിമാർ അവിടെ പോയിട്ട് ഒരു പിശുക്കലുണ്ട്, ആ പിശുക്കൽ പറ്റൂല. എത്ര അറക്കാൻ പറ്റും അത്രയും അർത്ഥമില്ല. 63 നബിതങ്ങൾ സാധനങ്ങൾ അർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ അർക്കാത്തതിന്? അലി റളിയല്ലാഹു അൻഹു മറ്റോ പോകുമ്പോൾ നബിതങ്ങൾ സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു, എല്ലാ വർഷവും ഈ പോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ 2 എണ്ണം അറക്കണം. ഒന്ന് നബിതങ്ങൾ സാധനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു, ഒന്ന് അലി റളിയല്ലാഹു അൻഹു വേണ്ടിയിട്ട്. നബിതങ്ങൾ സാധനങ്ങൾ പലപ്പോഴും അറക്കാറുണ്ടായിരുന്നു ഉമ്മത്തികൾക്ക് വേണ്ടിയിട്ട്. ഒന്ന് തങ്ങൾക്ക് വേണ്ടിയും ഒന്ന് ഉമ്മത്തികൾക്ക് വേണ്ടിയിട്ടും. അതുകൊണ്ട് നമ്മൾ ഈ കാര്യം ആലോചിക്കണം. അതുകൊണ്ട് അറിവ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇവിടെ ഉള്ളവരും അറക്കണം, അവിടെ ഉള്ളവരും അറക്കണം. ഇതെന്തിനാ പിന്നെ പൈസ? നമുക്ക് ബിൽഡിങ്ങിന്റെ മോൾ ബിൽഡിങ്, പെരന്റെ മോൾ പിന്നെയും പെര, വാഹനത്തിന്റെ മേൽ പിന്നെയും വാഹനം, ഇതൊക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കി നാളെ മഹ്ശറയിലെത്തുമ്പം ആരെങ്കിലും ഒരു മൃഗത്തെ അറുത്താൽ അതിന്റെ എത്ര രോമങ്ങളുണ്ടോ അത്രയും രോമത്തിന് സമാനമായ പ്രതിഫലം അയാൾക്ക് നൽകുന്നു. ഇപ്പം ഇവിടെ അത് എത്തിനോന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ചില രാജ്യങ്ങളിലൊക്കെ ആ സിസ്റ്റം ഉണ്ട്. ആ രാജ്യങ്ങളിലെ സിസ്റ്റം എന്താ പറഞ്ഞാൽ വലിയ 20 ലക്ഷം റുപ്യന്റെ ഒരു പോത്ത്. മനസ്സിലായില്ലേ? 20 ലക്ഷം റുപ്യന്റെ പോത്ത് പറഞ്ഞ ചാനലിലൊക്കെ വരും. അങ്ങനെ ഹുസൈൻ ഹാജി 20 ലക്ഷം റുപ്യന്റെ പോത്തിറക്കണോ, ഭയങ്കര സംഭവം. അങ്ങനെ ചില രാജ്യങ്ങളിലൊക്കെ തുടങ്ങി. നമ്മളെ നാട്ടിലുണ്ടോന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഇല്ലെങ്കിൽ ഇപ്പൊ എന്തായാലും വരും അത്. കാരണം വലിയ പൈസ കൊടുത്താൽ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഭയങ്കര സെറ്റപ്പായി നമ്മൾ അങ്ങനത്തെ തന്നെ ഇറക്കണ്. 20 ലക്ഷം റുപ്യന്റെ ഒരു പോത്തിന് ഇയാൾക്ക് എത്ര പോത്ത് വേണമെങ്കിലും ഇറക്കാം. എന്നാ അതിന് ഇഷ്ടം പോലെ രോമങ്ങളുണ്ടാവും. ആടൊക്കെ എത്ര ഇറക്കാം 20 ലക്ഷം കൊണ്ട്? എത്ര രോമം ഉണ്ടാവും? ഒക്കെ ഫുള്ള് പ്രതിഫലം. ഇപ്പൊ ഓരോ രോമത്തിനും ബികുല്ലി ഷാറത്തിൻ ഹസന, ഓരോ രോമത്തിനും പ്രതിഫലം ഉണ്ട്. മനസ്സിലുണ്ട് നിങ്ങൾക്ക്? അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാവും. വലിയൊരു പോത്ത് അങ്ങനെ പൈസനോട് ഒരു 5 ആടൊക്കെ വാങ്ങണം.
5 അർത്ഥോളി, ആരങ്ങളോട് ഒന്നേ ഇറക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ്. അതുകൊണ്ട് വലിയ വലിയ സാധനങ്ങൾ അർത്ഥിട്ട് ഭയങ്കര പേര് നേരുന്നേക്കാളും നല്ലത് അതിൽ ഇഖ്ലാസും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ബാക്കിയൊക്കെ അറക്കി. അതുകൊണ്ട് ഹാജിമാരോടും പറയണം, ഞാൻ അവിടെ പോയിട്ട് അറവും കാര്യങ്ങളും നടത്തി. അതിലൊന്നും മസല നോക്കി നിൽക്കണ്ട. മസലൊക്കെ ചിലപ്പോൾ പറഞ്ഞത് ശരിയാണ്, അതില്ലാന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ മസലൊക്കെ ശരിയാക്കാൻ ആകെ ജീവിതത്തിൽ ഇത്ര വലിയ പൈസ മുടക്കി വന്ന ഒരാൾക്ക് ആ പാവങ്ങളോട് ഹജ്ജ് ചെയ്യിക്കാതാക്കിയിട്ട് അറവ് നടത്താതെ പോകുന്നിട്ട് എന്താ കാര്യം? എന്തൊക്കെയായിട്ട് കാര്യങ്ങൾ ഇവിടെ വന്നാൽ ആജിക്ക് ഈ സ്ഥലത്ത് പക്ഷെ അർത്ഥമതീന ഇനി ശരിയാവൂലേ എന്നൊക്കെ ആലോചിക്കപ്പെടുന്നത്. അത് ചെയ്താന്റെ നമ്പർ 1 പരിപാടിയാണ്. ഹജ്ജ് കഴിഞ്ഞെന്നാലും പിന്നെ വിടരുത്. ആര് ഇപ്പോഴും ഓന്റെ കയ്യിൽ തന്നെയാണ് ആരുള്ളത്? ഹാജില്ലത്. അതുകൊണ്ട് ഒന്നും നോക്കണ്ട. ഹാജിമാരോട് എല്ലാവരോടും നിങ്ങൾ കാണുന്നവരൊക്കെ പറയണം, അറക്കണം കേട്ടോ, ഒരു 10 എണ്ണൊക്കെ അർത്ഥോടി തരണം, എന്നാൽ 5 എണ്ണെങ്കിലും ആയി കിട്ടും. ഇതിലല്ലേ എത്ര കൂടുതൽ അറക്കാൻ പറ്റുമെന്നൊന്നും ഹാജിമാർക്ക് അറിയുന്നില്ല. അതുകൊണ്ട് ഹജ്ജിലെ വലിയൊരു അമലാണെന്ത്? അറവെന്നുള്ളത്. ഹാജിമാരോട് അതേപോലെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ ചര്യയും ഈമാനും അത് പുതുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അറക്കാൻ വേണ്ടി പറഞ്ഞത്. എന്തിനാണ് അറക്കുന്നത്? മകനല്ല ഇബ്രാഹിം അലൈഹിസ്സലാം അറുത്തത്, മകനോടുള്ള സ്നേഹത്തിന്റെ മേൽ കത്തിവെക്കുമോ എന്നാണ് അല്ലാഹു തആല നോക്കിയത്. മകനോടുള്ള സ്നേഹത്തിന്റെ മേൽ കത്തിവെക്കുമോ എന്ന്. അതുകൊണ്ട് കത്തിവെച്ചു. നമ്മളും പറഞ്ഞത് തന്നെ, നിന്റെ മോനെ അറക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മോനെ അറക്കും, എനിക്ക് നിന്റെ കൽപ്പനയാണ് വലുത്. ചില വീട്ടുകാരൊക്കെ ഉണ്ട്, അവര് ആടിനെയും പോത്തിനൊക്കെ നോക്കിയിട്ടുണ്ടാവും, എന്നിട്ട് പോലും പറയും അത് ഇവിടെ അറക്കണ്ടാരും, കാരണം അങ്ങ് സഹിക്കാൻ കഴിയില്ല. ചിലവർ അതിന്റെ ഇറച്ചി തിന്നും കൂടിയില്ല. മനസ്സിലായില്ല നിങ്ങൾക്ക്? അങ്ങനത്തെ ബന്ധം എന്തിനോട്? മൃഗത്തിനോട് അത്ര ബന്ധം വീട്ടുകാർക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ മക്കളോട് എത്ര വലിയ ബന്ധം ഉണ്ടാവും. അവൻ ജീവിതത്തിന്റെ അവസാന സമയത്ത് കിട്ടിയ ഒറ്റ മോനാണ്. അതിനൊക്കെ കത്തി വെക്കാൻ നമ്മുടെ കാളന്റെ ഇതിന്റെ മുകളിൽ കത്തിയേക്കാൻ നമുക്ക് ധൈര്യമില്ല. നമ്മൾ ഞാൻ അറക്കലുണ്ട്, പക്ഷെ ഇതിനറക്കാൻ എനിക്ക് കഴിയില്ലെന്ന്. കാരണം ഇത് അയാൾ വിളിച്ചാൽ വരും, ഇത് അയാളെ കണ്ടാൽ നീച്ചിക്കും, കാരണം ഇയാൾ വെള്ളം കൊടുത്താണ്. അതിന്റെ പുറത്ത് കത്തിവെക്കാൻ പറ്റില്ല, മോന്റെ മുകളിൽ എങ്ങനെ കത്തിവെക്കാൻ കഴിയും? അതുകൊണ്ട് അല്ലാഹു പരീക്ഷിക്കണത്. അതുകൊണ്ട് അറുക്കണം എന്തായാലും. അതിനുള്ള തർത്തീബ് ഇപ്പം തന്നെ ഉണ്ടാക്കണം. കൂട്ടുകാരെല്ലാവരും തയ്യാറാക്കാം. എണ്ണത്ര കൂടിയോട്ട് ഒരു കുഴപ്പമില്ല. അതിനൊക്കെ ആൾക്കാരുണ്ടാവും, എവിടെയെങ്കിലൊക്കെ ഇറച്ചി മാംസമൊക്കെ കൊടുത്താൽ മതി. പല ഗ്രാമങ്ങളിൽ ഇറച്ചി കിട്ടാത്ത സ്ഥലം അവിടെയൊക്കെ കൊണ്ടുപോയി കൊടുത്തേക്ക്. അതുകൊണ്ട് നമ്മളതിൽ പങ്കാളികളാവണം. ഒന്നാമത് ആ ഉദിയത്തിന്റെ മൃഗത്തിന്റെ രക്തം ഭൂമിയിൽ വീഴുന്നതിന് മുമ്പ് അവൻ അല്ലാഹുവിന്റെ അടുക്കൽ ഒരു ഉയർന്ന ദർജയിലായിരിക്കും. ആ രക്തം ഭൂമിയിൽ എത്തിയിട്ടില്ല, അപ്പത്തിനും അവൻ അല്ലാഹുവിന്റെ അടുക്കൽ ഉയർന്ന സ്ഥാനത്തെത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് എന്തായാലും ഉദിയത്തിന്റെ കാര്യം ശ്രദ്ധിക്കും ഇൻഷാ അല്ലാഹ്. നമ്മളൊന്നും അറക്കലല്ല, നമ്മളെ കൂട്ടുകാരും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ് തയ്യാറാക്കിക്കണം. മനസ്സിലായില്ലേ? അത് ചില്ലറ പൈസന്റെ ആവശ്യമില്ല, തയ്യാറാക്കണം. ഹാജിമാരോട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഹാജിമാരോട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. എനിക്കറിയില്ല എന്നൊന്നും വിചാരിക്കണ്ട, ധൈര്യത്തിൽ പറഞ്ഞോളി. എന്തിനാ തവാഫ് ചെയ്യുന്നത്, എന്തിനാണ് അറുക്കുന്നത്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കി. കാരണം ഹാജി ഇതൊന്നും കിട്ടാതെ അവിടെ ചെന്നിട്ടൊരു കാര്യമില്ല. നിങ്ങൾക്ക് ഹജ്ജ് ക്യാമ്പിൽ പോയാൽ കാണാം, ഹജ്ജ് ക്യാമ്പിൽ പോയാൽ ഹൽക്കകളായിട്ട് ഇങ്ങനെ ഇരുത്തുമ്പോൾ തെൽബിയത്ത് എല്ലാം പറഞ്ഞാൽ അതുകൂടി ചെല്ലാൻ അറിയില്ല ഹാജിമാർക്ക്. ഇഹ്റാമിന്റെ തുണിർത്തി ഇരിക്കുകയാണ് ഹാജി, അപ്പോഴും തെൽബിയത്ത് ചെല്ലാൻ അറിയില്ല. ഇങ്ങനത്തെ ഹാജിമാരാണ് ഇന്ന് കയറി പോണത്. അവിടെ റൗണ്ടടിച്ച് വരും, തവാഫ് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് മൊട്ടടിച്ച ഹാജിമാർ എത്ര ഉണ്ടായാലും. വേറെ ഇന്തോനേഷ്യൻ പിന്നെ UP ഹാജിയല്ല, മലയാളി ഹാജിമാർ. എന്താണ് ഒന്നും അറിയില്ല, ഒന്നും കേൾക്കാൻ നേരം കിട്ടിയില്ല. ഇവിടെ മല്ലിമുളകും കൊണ്ടാണ് തിരക്കിലുള്ളത്. അതുകൊണ്ട് ഹാജിമാർ നിങ്ങളോട് യാത്ര പറയുകയാണെങ്കിൽ നിങ്ങൾ 2 മിനിറ്റോ 3 മിനിറ്റോ 5 മിനിറ്റോ കൊടുത്ത് അവരോട് ഹജ്ജിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഹാജിന്റെ ഹജ്ജ് ശരിയായല്ല അതിന്റെ കൂലി അല്ലാഹു നമുക്ക് തരും. നമ്മുടെ പാവങ്ങൾ പടച്ചവൻ പുറത്തു തരാൻ ഈ യുദ്ധത്തെ കാരണമാക്കുമാറാവട്ടെ. ശരിയായ ഉറച്ച ഈമാൻ ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും കുടുംബത്തിന്റെയും ഈമാനും തഖ്വയും ക്ഷമയും പടച്ചവൻ നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. അല്ലാഹു തആല വലിയ പരീക്ഷണങ്ങളോ പ്രതിസന്ധികളോ ബുദ്ധിമുട്ടോ ഇല്ലാതെ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ചിരുന്ന നല്ല